Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, madam. Good evening. Okay, we can start. Yes, ma'am. Who is going to do prayer? Babies അറിയുന്നുണ്ടോ? അമ്മമാർ ആലോചിച്ച് പ്രെയർ ചെയ്യാൻ സമയം എടുക്കും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പ്രെയർ ചെയ്തു. ഞാൻ പറയാം മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തേ മാം. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of our burdens so freeing. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Thank you, ma'am. thought for the day or signing, anything? Yeah. ഞാൻ തന്നെ ചെയ്യാം. Thought of the day. Everyone needs to be treated with respect. എല്ലാ മനുഷ്യരും ബഹുമാനാർഹരാണ്. അതിപ്പോൾ പദവിയിൽ ഉയർന്നതാണെങ്കിലും താഴ്ന്നതാണെങ്കിലും എല്ലാവരും ജോലി ചെയ്യുന്നത് നമ്മുടെ ഒരു വരുമാനം, നമ്മുടെ ജീവിത വരുമാനത്തിന് വേണ്ടിയാണ്. അതിപ്പോൾ താഴ്ന്ന ഒരു ആളാണെങ്കിൽ കൂടി നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്തേ സാധിക്കുകയുള്ളൂ. ഇപ്പം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഇപ്പം നമുക്ക് എല്ലാവരിലും നമുക്കായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അത് സംസ്കാരങ്ങളിലാവാം, വ്യത്യസ്ത അഭിപ്രായങ്ങളിലാവാം, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിലുണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മളും ശരിക്കും പറഞ്ഞ ഒരു പുരോഗതി നേടുകയാണ്. പുതിയ അറിവുകൾ ലഭിക്കുന്ന അവസരങ്ങളാക്കി ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ചില വ്യക്തികളുണ്ടാവും മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
കുറ്റങ്ങൾ മാത്രമായിരിക്കും അവർ മറ്റുള്ളവരിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അത് അതും ഒരു പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഏറെ സഹായകരമായ ഒന്നാണ്. പിന്നെ ഉള്ളത് മനസ്സ് തുറന്ന് ചിരിക്കാൻ പഠിക്കണം. അതിൽ നമുക്കുള്ളൊരു നമ്മളിലുണ്ടായ ഒരു പോസിറ്റീവ് ഊർജം മറ്റുള്ളവർക്ക് അതുവഴി ലഭിക്കാനാവണം. അതുപോലെ തന്നെയാണ് ഓരോ ദുഃഖങ്ങൾ. ചിലരൊന്നും പറയില്ല. അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ക്ലോസ് ആയിട്ടുള്ള അടുത്ത് നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ചില കുഞ്ഞുങ്ങളിലാവാം. അത് തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നിടത്താണ് നമ്മുടെ ഒരു മനുഷ്യത്വം ഉണ്ടാവുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഭൂരിഭാഗം പേരും ഇന്റേൺഷിപ്പ് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അതിനു വേണ്ടി പോകുന്നവരാണ്. അതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ചില കുഞ്ഞുങ്ങൾ ആദ്യമൊക്കെ നമ്മുടെ അടുത്ത് ഭയത്തോടു കൂടിയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്തെങ്കിലും പറയാൻ നമ്മുടെ അടുത്ത് അവർ വരില്ല. അവർ മാറി നിൽക്കും. കണ്ണുകളിൽ എപ്പോഴും ഒരു ഭയമായിരിക്കും. ഇത് നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് തുടങ്ങിയാൽ അവൻ്റെ ആ ഭയം മാറും. ആ ഭയം മാറി നമ്മളിൽ നിന്ന് അവനൊരു കരുതൽ അല്ലെങ്കിൽ ആ ഒരു പരിഗണന അവന് കിട്ടുന്നുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നിടത്താണ് അവൻ്റെ ആ ഭയം മാറുന്നത്. അതിൽ നിന്നാണ് അവൻ ധൈര്യം തെളിഞ്ഞ് മുന്നോട്ട് വരുന്നത്. അത് പഠിക്കാനായിരിക്കാം, സംസാരിക്കാൻ തുടങ്ങും, ഗെയിംസിലേക്ക്, പല ആക്ടിവിറ്റീസും അവൻ്റെ വളർച്ചയിൽ ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറയാൻ കാരണം തീർച്ചയായും എൻ്റെ ക്ലാസ്സിലും എനിക്കും അങ്ങനെ ഒരു കുട്ടിയെ എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ തന്നെ ട്രെയിനിങ്ങിന് കയറിയപ്പോൾ കണ്ട ഒരു കുട്ടിയാണ്. അവൻ്റെ ഒരു മാറ്റത്തിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ചിന്ത വന്നത്. ഞാൻ വന്ന സമയത്ത് എനിക്കപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു ടീച്ചേഴ്സ് ഫീൽഡിൽ നിന്നൊന്നുമല്ല. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടും കുഞ്ഞുങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കും. പക്ഷെ ചില സമയം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവനിലേക്ക് ഒരു കമാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അതായത് അവനെ അനുസരിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ് എനിക്ക് വന്നത്. അവൻ പഠിക്കില്ല, ഭയങ്കര മടിയനായിരുന്നു. എന്ത് പറഞ്ഞാലും അവന് പഠിക്കാൻ താല്പര്യമില്ല. അവനോട് ഇത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യില്ല. അപ്പം അത് വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം അത് പയ്യെ ഞാൻ ചിന്തിച്ചു, അപ്പം മാമിൻ്റെ ഒക്കെ കുറേ ക്ലാസ്സുകൾ ഞാൻ കൂടിയപ്പം മാം ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഒരു കുട്ടിക്ക് അവനത് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് മാറുക എന്നാണ് അതിന് ഒരു പ്രതിവിധിയുള്ളൂ. അല്ലാതെ അവനെ പിടിച്ചിരുത്താൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മാറിക്കൊടുക്കുക ആ കുഞ്ഞിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ജിഷ മാമിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാനത് കേട്ടതാണ്. അപ്പം ഞാനത് ചിന്തിച്ചു, എന്നെ അത് ഏറെ ചിന്തിപ്പിച്ചു. കാരണം അവന് അപ്പം തൊട്ട് ഞാൻ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം അവന് ആ പഠിക്കാനുള്ള വിഷയത്തോടെ ഒന്നിനും അവന് താല്പര്യമില്ല. അവന് കളിക്കാനൊക്കെ ആയിട്ടുള്ള താല്പര്യത്തിൽ മാത്രം നിൽക്കുന്നു. പിന്നെ അവന് സ്കൂൾ ബസ്സിന് വൈകിട്ട് പോകുമ്പോൾ എല്ലാവരും ടീച്ചേഴ്സ് ഞാനവിടെ നിന്നാൽ എനിക്ക് ടാറ്റ തരും, ഇവൻ മാത്രം നോക്കില്ല. അങ്ങനെ ഒന്നും പറയാതെ അവൻ മാത്രം ഒരു സൈഡിലേക്ക് നോക്കി നിൽക്കും. അപ്പോഴത്തേനും ഒന്നും പഠിക്കാതെ വന്നപ്പോഴത്തേനും ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് അവൻ്റെ പേരൻറ്റിന് പാരമ്പര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് മെൻ്റലി. ആ കുട്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നം കാണും, ടീച്ചർ അത് വിട്ടേക്ക്, അവരുടെ പേരൻസ് വരുമ്പം ജസ്റ്റ് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം, അവനതും അധികം അവനെ ഫോഴ്സ് ചെയ്യണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചർ എങ്ങനെയാവണം എന്നെ പഠിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു അവന്. അപ്പോൾ എന്താ പറയുന്ന ക്ഷമയുടെ ഒരു നെല്ലിപ്പലക അവൻ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഒരു ടീച്ചർ ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നവൻ എനിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു ദിവസം ഞാൻ ടീച്ചർ മാമിൻ്റെ ക്ലാസ് കേട്ടതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്നും പറഞ്ഞില്ല. തലേ ദിവസത്തെ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാനത് മറന്നിട്ട് ഞാൻ അവനെ കൂളാക്കി, മോർണിംഗ് വാ, ഇതൊന്ന് നോക്കിക്ക് എങ്ങനെയുണ്ട്, അവനെ കൂളാക്കിയിട്ട് അവൻ്റെ അടുത്ത് ഓരോന്ന് ഞാൻ നോക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ അവൻ അതെല്ലാം എൻ്റെ അടുത്ത് വായിച്ച് വന്നു വിട്ടു. അപ്പം അവൻ്റെ അടുത്ത് അവൻ പഠിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അവൻ്റെ അടുത്ത് നിന്നതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്തും താല്പര്യം ഇല്ലാതെ നിന്നു. ഇപ്പം ഞാൻ അവനെ ട്രീറ്റ് ചെയ്യുന്ന വിധം തന്നെ കൂളാക്കി നിർത്തുക. അവന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിൽ അവനെ നിർത്തി ഞാൻ അവനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചാണ് അവൻ മാറിയത്. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടീച്ചറാക്കിയത് ആ കുട്ടിയാണ്.
പിന്നെ മാമിനെ പോലുള്ള മാമിനെ ജിഷ മാം, അശ്വതി മാം, ശരണ്യ മിസ്സിനെ പോലുള്ളയൊക്കെയുള്ള ഒരു നിങ്ങളുടെയൊക്കെ ഒരു ഗൈഡൻസ് അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം അവൻ തീർച്ചയായിട്ടും ഇപ്പം ഓരോ ടൈമിൽ ഇപ്പോൾ ഓരോ ദിവസം അവൻ വരുമ്പോൾ ഓടി എൻ്റെ അടുത്ത് വന്ന് ടീച്ചറെ ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു എന്നും പറഞ്ഞ് അവന് സംസാരിക്കാൻ ഭയങ്കരമായിട്ട് താല്പര്യമാണ്. ഇപ്പം എൻ്റെ അടുത്ത് എല്ലാ വിശേഷങ്ങളും അവൻ വന്ന് പറയും. അപ്പം എൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു, ജെറിറ്റോയുടെ സൗണ്ട് ഞാൻ ഇപ്പോഴാണ്, ജെറിറ്റോ എന്നാണ് ആ കുട്ടിയുടെ പേര്, ജെറിറ്റോയുടെ ഒരു സൗണ്ട് കേട്ടിട്ട് എൻ്റെ HM റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഈ കൊച്ചിൻ്റെ സൗണ്ട് ഞാൻ ഇപ്പോഴാണല്ലോ കേൾക്കുന്നത്, കൊച്ചുറാണി ടീച്ചറിനെ അത്ര താല്പര്യപ്പെട്ടോ ജെറിറ്റോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ മാറി, അവൻ നല്ല മിടുക്കനായി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിന് ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാൻ അതിൽ നിന്ന് പഠിച്ചതാണ് നമ്മൾ മറ്റുള്ളവർക്ക്, അപ്പം അതൊരു കുഞ്ഞായിരുന്ന കൂട്ടെ അവൻ ആഗ്രഹിച്ച രീതി അവൻ ആ റെസ്പെക്റ്റും ഒരു സ്നേഹവും കൊടുത്താൽ തീർച്ചയായും മറ്റുള്ളവരും നമ്മളെ ബഹുമാനത്തോട് സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കും. എൻ്റെ എന്താ പറയുക, എൻ്റെ സൈനിങ് മെസ്സേജ് ഇത് മാത്രമായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു ഓൾ. Okay, thank you so much. And once again, good evening to all. And Kuchirani, I really proud of you, and I'm respecting and loving you a lot, all of it. Actually, I learned many things from you. ഇതിൽ നിന്ന് ഞാൻ കുറെ കാര്യം പഠിച്ചു. Okay, that's very fantastic. What you say? Divine, ഒരു ദൈവികമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പലരും അതിന്റെ ഒരു പീക്ക് ലെവലിലേക്കൊക്കെ നിങ്ങൾ പലരും എത്തിയിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചറിയാത്താണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് കിട്ടിയ ഫീഡ്ബാക്ക് എല്ലാം സംതിങ് എന്താ പറയുക, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അവിടെ നിങ്ങൾക്ക് മേ ബി ഒരു 50 കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷെ ഒരു കുട്ടിയിലൊരു മാറ്റം നിങ്ങളിൽ കൊണ്ട് പറ്റി, പിന്നെ ഒരു കുട്ടിയെ കൊണ്ട് നിങ്ങളിൽ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിയലി ഫാന്റാസ്റ്റിക് ആൻഡ് ഡിവൈൻ ആൻഡ് ഒരു ബ്ലെസ്സിങ് ആട്ടോ ശരിക്കും. ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് മാമിനോടാണ് താങ്ക് യു. കാരണം മാമിന്റെ അന്നത്തെ ഒരു മെസ്സേജാണ് എന്നെ മാറ്റി ചിന്തിപ്പിച്ചത് തന്നെ. മാം പറഞ്ഞു അവന് താല്പര്യമില്ലെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുക. ഒരൊറ്റ വേടിലാണ് എൻ്റെ ചിന്ത അതിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് താങ്ക്സ് ഉള്ളത് മാമിനോട് മാത്രമാണ്. ആക്ച്വലി the universe is making us to do many things. പ്രപഞ്ചം നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക, കണക്ട് ചെയ്യുവാണ്, നിങ്ങളെ എന്നെയും കണക്ട് ചെയ്യുക. എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു പീരീഡ് ആയിരുന്നു നിങ്ങൾക്ക് എനിക്ക് ഉണ്ടായിരുന്നത് വീക്ക്ലി, അത് 2 ആയി 3 ആയി. So there is something more I have to do for you people, and there is something you people have to do for me. എനിക്ക് ലേൺ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നിരിക്കാം ആ ഒരു 3 days നിങ്ങളിലൂടെ പലതും. So I'm really thankful to our institute also, and all the staff in the institute. I'm very thankful, and all the students, I mean all the facilitators here. Okay, thank you so much. നമുക്ക് we can do many things for the society also. അങ്ങനെ പല സൊസൈറ്റികൾ, ഇപ്പൊ നിങ്ങളെല്ലാം പല ഭാഗങ്ങളിലുള്ളവരാണ്, പല സൊസൈറ്റിയിലായിരിക്കും നിങ്ങൾ ഇന്റർവെൻഷൻ നടത്തുന്നത്. So keep going. This is very well done. Thank you so much. Okay. പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഓരോ വഴി മാറ്റി വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സോ ഈ ഇന്നത്തെ ക്ലാസ് നമുക്ക് ടെൻഡൻസീസ് ഓഫ് മാൻ ആണ്. അതിനു മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? മാം, ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ ഗ്രൂപ്പിൽ വന്നായിരുന്നു മെസ്സേജ്. അപ്പൊ തിരിച്ച് ഈ നമ്പറിലോട്ട് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഇവിടുത്തെ ആശാ വർക്കർ സ്റ്റാറ്റസ് ഇട്ടുണ്ടായി, അങ്ങനെ ഞാൻ അറിഞ്ഞത്. അംഗൻവാടി വഴി സെയിം. ഓക്കെ. ഫേസ്ബുക്ക് വഴിയായിരുന്നു മാം കിട്ടിയത്. ഫേസ്ബുക്ക് ആഡ് കണ്ടിട്ടായിരുന്നു. ഫൈൻ. അങ്ങനെ നിങ്ങൾ വിളിക്കുന്നു, നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു. ഒരു ടീം എവിടെയുണ്ട് കോഴ്സിനെ കുറിച്ച് പറയാനായിട്ട്, അവര് തരുന്നു അല്ലെ. അതായത് ഒരു ഓറിയന്റേഷൻ നടക്കുന്നു അബൌട്ട് ദ കോഴ്സ്, അതിന്റെ സാധ്യതകൾ, പോസിബിലിറ്റീസ് എന്താ അതിൽ നിന്നാകാം, ഒരു ഓറിയന്റേഷൻ നടക്കുന്നു. നിങ്ങളും പതുക്കെ നിങ്ങളുടെ വഴിയിൽ ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. ഞാൻ ഈ സ്ഥാപനത്തെ അല്ല, ഇതിനു മുന്നേ ഞാൻ മോണ്ടിസോറി ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഫീസ് ഒരുപാട് ആവുന്നുണ്ട്. പിന്നെ പോവാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകണം, യൂണിഫോം ഇടണം. പിന്നെ നമ്മുടെ മോളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. യൂണിഫോം ഇടുന്നതല്ല, പോകാനും വരാനും ഒക്കെ.
അപ്പം അങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ് കണ്ടത്. പിന്നെ ഞങ്ങളുടെ ടൈമിനനുസരിച്ച്, അതുകൊണ്ട് പിന്നെ ഫീസും വളരെ കുറവ്, അതുകൊണ്ടാണ് ഇതിൽ ചേർന്നത്. കാരണം ഞാൻ പഠിച്ച സമയത്ത് ഞാൻ സൺഡേ ആൻഡ് ഹോളിഡേ ബാച്ചായിരുന്നു. എനിക്കും ഫീസ് ശരിക്കും നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ പോണം, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, റൈറ്റ്? നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു, പലയിടത്തായിട്ട് കണക്ട് ചെയ്തു, പഠിച്ചിറങ്ങിയവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, ഇതിന്റെ ജോലി സാധ്യതകൾ. സോ എക്സ്പ്ലോർ ചെയ്തു, ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ബട്ട് ഇത് നിങ്ങൾക്കൊരു നീഡായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോ തന്നെ അതിലേക്ക് പോവാനായിട്ട് തുടങ്ങിയത്, അല്ലേ? നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ നീഡെന്നും കൂടെ വേണമെങ്കിൽ പറയാം, സോഷ്യൽ നീഡും ആണ്, പിന്നെ നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ നീഡുമാണ്. നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, സോ വി ഹാവ് ടു ഡു എന്തെങ്കിലും, നമ്മൾ ആക്റ്റീവ് ആകാൻ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ആക്ടിവിറ്റി കിട്ടണം. പിന്നെ ഒരു സോഷ്യൽ നീഡാണ്, എനിക്കൊരു ജോബ് വേണം, ലൈവ്ലിഹുഡ്, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡു സംതിങ് ഫോർ മൈ ഫാമിലി, എനിക്ക് അല്ലെങ്കിൽ എന്റെ ലൈഫ് പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എൻഗേജ്ഡ് ആണ്, എന്റെ കുട്ടികളെ എനിക്ക് ശരിക്കും നോക്കാൻ പറ്റണം. സോ അതൊക്കെയായിരുന്നു നമ്മളുടെ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ നീഡ്സ്. അപ്പോഴാണ് നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നതും, നിങ്ങൾക്ക് ഓറിയന്റേഷൻ കിട്ടുന്നു, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു. ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് നോളജ്, ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് ഒരു ഓർഡർ ആവുന്നു. ഡെയിലി ആ ടൈമിൽ ക്ലാസ് കേൾക്കാൻ വരുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് മുടക്കമില്ലാതെ കാണുന്നു, അതിലെ ആക്ടിവിറ്റീസ്, അസൈൻമെന്റ്, ടെസ്റ്റ് പേപ്പർ, അങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്യുന്നു. സോ ഒരു ഓർഡർ ആയി, അല്ലെ? ദിസ് ഇസ് ഹ്യൂമൻ ടെൻഡൻസീസ്. നമ്മളുടെ ഈ ചാപ്റ്റർ അതാണ്, മനുഷ്യരിൽ വരുന്ന ടെൻഡൻസീസ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ ആക്ച്വലി. നമ്മളിൽ എന്തൊക്കെയാണ്, പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പിന്നീട് വരുന്ന കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പിന്നെ ഇത് റിലേറ്റഡ് എന്തെങ്കിലും പുറത്തു പോയി ചെയ്യാൻ, ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ആകുമ്പോൾ അവിടെയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, കണക്ഷൻ നടക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ ഹ്യൂമൻ ടെൻഡൻസീസ്. ദെൻ പലതും നമ്മൾ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഇമാജിനേഷനിലൂടെ ആയിരിക്കാം, അബ്സ്ട്രാക്ട് തിങ്കിങ്, അബ്സ്ട്രാക്ഷനിലൂടെ ആയിരിക്കാം, ജനറലൈസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കും, അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇമാജിനേഷൻ. ദാറ്റ് ഈസ് ഓൾസോ ഹ്യൂമൻ ടെൻഡൻസീസ്. ദെൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പല കാര്യങ്ങളിലും, ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. മോക്ക് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ആള് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. സോ യു ആർ റിപ്പീറ്റിംഗ്, നിങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നു. സോ കോൺസെൻട്രേഷൻ, റിപ്പിറ്റേഷൻ, പെർഫെക്ഷൻ, ദാറ്റ് ഇസ് ഹ്യൂമൻ ടെൻഡൻസീസ്. എക്സാക്ഷൻ ആൻഡ് പ്രെസിഷൻ, എല്ലാം പെർഫെക്റ്റ് ആക്കണം, നല്ല പോലെ ആക്കണം. റെക്കോർഡ് എഴുതാൻ നിർത്തും, തുടങ്ങിയതുപോലെ ആവില്ല, നിങ്ങൾക്ക് കൂടുതൽ നന്നാക്കാനായിട്ട് നിങ്ങൾ നോക്കുന്നു. സോ ദാറ്റ് ഇസ് എക്സാക്ട്നെസ്. ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നെക്സ്റ്റ് ടെസ്റ്റ് എനിക്ക് ഫുൾ ക്ലിയർ ചെയ്യണം. സോ ആ ഒരു പൊസിഷനിലേക്ക് പോകുന്നു. ഇതാണ് ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ്. ക്ലിയർ ആയോ മാം? ഒരു സംശയം ചോദിച്ചോട്ടെ? യെസ്. ഞങ്ങളിപ്പം ഒരു സ്കൂളിൽ ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്കൂളിൽ വേണമെങ്കിൽ പോകാമോ? തീർച്ചയായിട്ടും, നോ പ്രോബ്ലം. കുഴപ്പമില്ലല്ലേ? നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആകെ 10 to 15 days നിങ്ങൾക്ക് മതിയാകും. ബട്ട് നമ്മൾക്കൊരു പ്രാക്ടീസിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ചെയ്യുന്നോണ്ട് തെറ്റൊന്നുമില്ല, സമയം ഉണ്ടെങ്കിൽ. ശരി മാം. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ റെഗുലർ പോകുന്നവര്, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന, മോണ്ടിസോറി പഠിക്കുന്നവരാകുമ്പോൾ ആ കറക്റ്റ് 10 to 15 days അവർക്ക് ലീവാണ്, അവധിയാണ്. ആ സെയിം ഇപ്പൊ എന്താ പറയാ, November 10th തുടങ്ങി ഒരു 15 days എന്ന് പറഞ്ഞ എല്ലാവരും അതേ ടൈമിൽ തന്നെ പോകണം. നിങ്ങൾക്ക് അങ്ങനെയല്ല, എപ്പോ വേണമെങ്കിലും പോയാൽ മതി എന്നായിരുന്നു, അല്ലെ? സോ ആ അത്രയും ദിവസം അവധിയാണ്, ക്ലാസ് ഇല്ല, എന്നിട്ടാണ് എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. സോ നിങ്ങൾക്ക് വെച്ചാൽ കുറെ കൂടെ ബ്ലെസ്ഡ് ആണ്, ചാൻസസ് കൂടുതലാണ്, എത്ര നാൾ വേണമെങ്കിലും പോവാം. അങ്ങനെ നമുക്ക് അതുകൊണ്ടായിരുന്നു മാക്സിമം 15 days, മിനിമം 10 days, അത്രയും ദിവസമേ ലീവ് ഉള്ളൂ, ക്ലാസ് ഇല്ലാതിരിക്കുള്ളൂ. ആ സമയത്ത് എല്ലാരും കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു, കമ്പൽസറി ആയിരുന്നു. മനസ്സിലായോ? സോ അലീഷ പോകാം, നോ പ്രോബ്ലം. നമ്മളുടെ നെക്സ്റ്റ് അപ്പൊ ടെൻഡൻസീസ് ഓഫ് മാൻ, അതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോ മറിയ മോണ്ടിസോറി 14 ടെൻഡൻസീസ് മനുഷ്യനിലുണ്ടെന്നാണ് പറഞ്ഞത്. ആ ടെൻഡൻസീസ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവര് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, മീൻസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാമാണ് നമ്മളുടെ ടെൻഡൻസീസ് ആയിട്ട് വരുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ ടെൻഡൻസി വരും. ബട്ട് മറിയോ മോണ്ടിസോറിയുടെ മകനുണ്ടല്ലോ, മോണ്ടിസോറിയുടെ ഈ ഫോളോവർ, അത് ഇപ്പൊ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആള്, മറിയോ മോണ്ടിസോറി പറയുന്നത്
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 9 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ മോണ്ടിസോറി 14 ടെൻഡൻസീസ് വെച്ചിട്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അദ്ദേഹം അത് 9 ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. 9 ടെൻഡൻസീസ് ആണ് യൂണിവേഴ്സൽ ടെൻഡൻസീസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. സോ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത് വേൾഡ് പീസിന് വേണ്ടിയിട്ടാണ് അല്ലെ, പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരണം. അതായിരുന്നു മോണ്ടിസോറി ഡിസൈൻ ചെയ്തത്. ഞാനിപ്പത് ഷെയർ ചെയ്യാം. ഇൻട്രോ പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് ബാക്കി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Okay, first paragraph ആരാ ഒന്ന് വായിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് മീൻസ് ഫസ്റ്റ് 2 paragraphs. ഞാൻ വായിക്കുന്നു. Okay. ഞാൻ വായിക്കും. Tendencies of man. Montessori had much to say about world peace. She always talks about the importance of developing an understanding of the human problem and associative human society. She firmly believed that the way to do this was through the child and that the work of education was to establish a lasting peace. Throughout history, humans have relied on their genius and versatility for survival, regardless of race, country, or culture. People follow similar patterns. After years of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human being to made and refine the world around them, which she considered these as tendencies of man. They are exploration, order, gregarious, communication, abstraction, interest, calculation, repetition, concentration, self-control, perfection, inventiveness, independence, and work. The Montessori prepared environment with its carefully chosen and beautifully arranged materials is built around these tendencies. Because of this, Montessori teachers do not want to force their students to. Children are naturally drawn to the materials because they appeal to their initiative drives. During her many years of inspection, children in great variety of cultural environments, Montessori was able to identify 14 specific observable traits which she considered as tendencies of man. Yes. That's all. Yeah. Thank you, ma'am. So, മറിയ മോണ്ടിസോറിയുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് വേൾഡ് പീസ്. കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സന്തോഷവും അല്ലെ. ഇതിന് ഹ്യൂമൻ പ്രോബ്ലത്തിനെ മനസ്സിലാക്കി പല കാര്യങ്ങളും അതിലേക്ക് ഇന്റർവെൻഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. സൊസൈറ്റിയിലേക്ക് പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്ത് എവിടെയാണോ ഡെവലപ്മെന്റ് വേണ്ടത് അത് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് ജീനിയസ് ആണ്. അവർക്ക് വെറൈറ്റി ഓഫ് സ്കിൽസ്, വേഴ്സറ്റാലിറ്റി, വെറൈറ്റി ഓഫ് സ്കില്ലുണ്ട്. ഏത് റേസ് ആണെങ്കിലും, ഏത് വർഗമാണെങ്കിലും, ഏത് കൺട്രി ആണെങ്കിലും, ഏത് കൾച്ചറിലാണെങ്കിലും സിമിലർ പാറ്റേണിലായിരിക്കും ടെൻഡൻസീസ് പോകുന്നത്
അല്ലെ, സിമിലർ പാറ്റേൺസിലായിരിക്കും പോകുന്നത്. അപ്പൊ കുട്ടികളെ കുറെ നാൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പം മോണ്ടിസോറിക്ക് മനസ്സിലായി ഒരു 14 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻഡൻസീസ് ഇവര് കാണിക്കുന്നുണ്ട്, ലൈക്ക് ആളുകൾ കാണിക്കുന്നുണ്ട്. സോ അതിനെ ടെൻഡൻസീസ് ഓഫ് മാൻ, ആ ഒരു ട്രെയ്റ്റ്സ്, ആ സ്വഭാവ വിശേഷങ്ങളെ, ആ സ്വഭാവ ഗുണങ്ങളെ അവര് ടെൻഡൻസീസ് ഓഫ് മാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതാണ് എക്സ്പ്ലോർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക, ഒരു ഓർഡറിലാകുക, എല്ലാ കാര്യങ്ങളെ പറ്റിയും കറക്റ്റ് ആ ഒരു ഓർഡറിലേക്ക് വരിക. ഗ്രിഗേറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാവിങ് ഡിസ്ലൈക്ക് ഓഫ് ബീയിങ് എലോൺ, ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ഇഷ്ടമില്ലാത്തൊരവസ്ഥ. ഗ്രൂപ്പിൽ ആകുക എന്നുള്ളത്, ഒരു ഗ്രൂപ്പിലാകുക. കുറെ കൂടെ നമ്മൾ ഹാപ്പി ആവുന്നത് മോസ്റ്റ്ലി ഗ്രൂപ്പിലായിരിക്കും. സംടൈംസ് വി പ്രിഫർ ടു ബി അലോൺ. അതിന്റെ അർത്ഥം നമ്മളങ്ങ് വിഡ്രോ ആവുന്നു എന്നല്ല, ചില സമയത്ത് നമ്മൾക്കൊന്ന് നമ്മുടെ തോട്ട് പ്രോസസ് കറക്റ്റ് ആവാൻ. ബട്ട് മേ ബി നമ്മൾ ഗ്രൂപ്പിലൊക്കെ ആകുമ്പോൾ ആളുകൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ, ഒരു ലാംഗ്വേജ് പരസ്പരം സംസാരിക്കുന്നത്, പിന്നെ എല്ലാം ഒരു പെർഫെക്ഷനിലേക്ക് പോകുന്നു. പിന്നെ ഇൻവെന്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെവർനെസ്, ആ ഒരു ബുദ്ധി, ഇൻഡിപെൻഡൻസ്, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ ആക്ടിവിറ്റീസ്, അതായത് വർക്ക്. ഇതെല്ലാമാണ് ഇവര് ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു 14 ടെൻഡൻസീസ് എന്ന് പറയുന്നത്. ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഈ ടെൻഡൻസീസ് മനസ്സിൽ വെച്ചിട്ടാണ് അവർ കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് നാച്ചുറലി ആയിട്ട് ഇവർ ഈ മെറ്റീരിയൽ എടുത്ത് അവരുടെ ഉള്ളിലുള്ള സ്പാർക്ക് എന്താണോ അതിനനുസരിച്ച് ഇവര് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പെൺകുട്ടികളെ ഡോൾ എടുക്കാൻ നോക്കും, ആൺകുട്ടികൾ പലപ്പോഴും വണ്ടി അങ്ങനെയുള്ള ടോയ്സ് പ്രിഫർ ചെയ്യുന്നു, ആ രീതിയിൽ ഇങ്ങനെ പോകുന്നത് കോമൺ ആയി കാണുന്നത് അങ്ങനെയാണ്. റയർ കേസസിൽ ഉണ്ടാകാം, ഇല്ലാന്നില്ല. പക്ഷെ പിന്നെ ഡോൾ എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അവരിൽ നിന്ന് മാറും. അങ്ങനെ പല രീതിയിലും ഒരു മാറ്റം ഉണ്ടാവും. പല എൻവയോൺമെന്റിലും ഇവര് കുട്ടികളുമായിട്ട് ഇവർക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കുറേ വർഷങ്ങൾ കുട്ടികളുമായിട്ട് തന്നെ അവര് ഡീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 14 സ്പെസിഫിക് ഒബ്സർവബിൾ ട്രെയ്റ്റ്സ്, ഇതുപോലുള്ള സ്വഭാവവിശേഷങ്ങൾ, അതിനെ ഒരു ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് ഈ 14 ടെൻഡൻസീസ് പറയുന്നത്. അപ്പൊ മറിയോ മോണ്ടിസോറി അദ്ദേഹം, അതായത് മറിയ മോണ്ടിസോറിയുടെ മകൻ മറിയോ മോണ്ടിസോറി ഒരു 9 ടെൻഡൻസീസ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. റഫ്ലി ഒരു 9 ടെൻഡൻസീസ് ആണ് അദ്ദേഹത്തിന്റെ ബുക്കിൽ പബ്ലിഷ് ചെയ്തത്. ആക്ച്വലി ഹ്യൂമൻ ടെൻഡൻസീസ് ആൻഡ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം അത് ഓരോ ടെൻഡൻസീസും ചില സമയത്ത് ഇന്റർഡിപെൻഡന്റ് ആണ്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ആ ടെൻഡൻസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സൽ ഹ്യൂമൻ ടെൻഡൻസീസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞിട്ട് നമുക്ക് ഈ 14 യൂണിവേഴ്സൽ ടെൻഡൻസിയിലേക്ക് വരാം. ആക്ടിവിറ്റി ആൻഡ് മൂവ്മെന്റ്, അതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് ടെൻഡൻസി. എന്ന് വെച്ചാൽ എപ്പോഴും കുഞ്ഞായിരിക്കുമ്പോ തുടങ്ങി എപ്പോഴും നമുക്ക് വെറുതെ ഇരിക്കാൻ ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടും. മൂവ്മെന്റ്, പിന്നെ കുട്ടികളിൽ അത് വന്ന് അവര് സെൽഫ് കൺട്രോൾ, ബോഡിയെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള രീതിയിലേക്ക് വരും. സെൽഫ് പ്രിസർവേഷൻ ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ്, അതായത് പറഞ്ഞല്ലോ നമ്മുടെ സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സ്, ഈ 3 നീഡ്സും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും താല്പര്യം. സോ ദാറ്റ് ഇസ് സെൽഫ് പ്രിസർവേഷൻ ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന നേരത്ത് നിങ്ങളുടെ നീഡായിരുന്നു ഇത്. 3 ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ആ നീഡുണ്ട്. ഫിസിയോളജിക്കൽ, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം. സൈക്കോളജിക്കൽ, നമ്മുടെ മൈൻഡും അതിനനുസരിച്ചാകണം. സോഷ്യൽ നീഡ്സ്, എനിക്ക് വർക്ക് ചെയ്യണം ടു ദ സൊസൈറ്റി അല്ലെങ്കിൽ ഫോർ മൈ ഹോം, ആ ഒരു രീതിയിൽ ഉള്ള ഇത് വരും. അപ്പൊ 3 നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ സെൽഫ് പ്രിസർവേഷൻ ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ്. ഏതെങ്കിലും ഒരു ത്രെറ്റ്, ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്കും അത് ഒരു ഇൻസെക്യൂർ ഫീലിംഗിലേക്ക് പോകും. അതൊരു ഡിമോട്ടിവേഷൻ ആയിട്ട് പോകും. പലരും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിൽ തന്നെ ഉള്ളവര്, പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാരണം. പക്ഷെ അവർക്ക് അതൊരു ഭയങ്കര വിഷമമായിട്ട് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ കാരണം ഡിസ്കണ്ടിന്യൂ ചെയ്ത പലരും ഉണ്ട്. നെക്സ്റ്റ് ഓറിയന്റേഷൻ, നമ്മളൊരു എൻവയോൺമെന്റിലാണല്ലേ, ആ എൻവയോൺമെന്റുമായിട്ട് നമുക്ക് പല കണക്ഷൻസും ഉണ്ടാകും, ഒരു റിലേഷൻഷിപ്പ് പോലെ.
നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ ഫെമിലറൈസ് ചെയ്യണം. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട് ഷിഫ്റ്റ് ചെയ്ത് മാറുവാണ്, നമുക്ക് കുറച്ച് ടൈം എടുക്കും ആ സറൗണ്ടിങ്സുമായിട്ട് ഒന്ന് ഫെമിലറൈസ് ആകാനായിട്ട്, ബോത്ത് ഫിസിക്കലി ആൻഡ് സോഷ്യലി. പുതിയ സ്ഥലം, പുതിയ ആളുകളെ പരിചയപ്പെടണം, നമ്മുടെ നീഡ്സിന് വേണ്ടി പുതിയ ഇപ്പൊ ഷോപ്പിന് എന്തെങ്കിലും വാങ്ങാൻ പോകാനാണെങ്കിൽ എല്ലാം നമുക്ക് എല്ലാം പുതിയതാണ്. അപ്പൊ അതെല്ലാമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റഡ് ആവണം സറൗണ്ടിങ്സുമായിട്ട്. ദാറ്റ് ഈസ് ഓറിയന്റേഷൻ. നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയ ഒരു ഡീറ്റെയിൽസ് അവർ തന്നപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി വന്നു. ദാറ്റ് ഈസ് ഓറിയന്റേഷൻ. ദെൻ എക്സ്പ്ലോറേഷൻ. ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കാണണം, അവിടെ അടുത്ത് എന്തൊക്കെയുണ്ട്, പള്ളിയുണ്ടോ, പിന്നെ ഈ പള്ളിയിലൊന്ന് പോകണം, അമ്പലമുണ്ടെങ്കിൽ അമ്പലത്തിലൊന്ന് പോകണം. പിന്നെ ഇങ്ങനെ കേട്ടറിഞ്ഞ് നമ്മളുടെ ആരെങ്കിലും നമ്മൾ പരിചയമുള്ള ഒരാളുടെ വീട് അവിടെ അടുത്താന്ന് അറിയുമ്പോഴേക്കും അവരൊന്ന് കാണാനായിട്ട് പോകണം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പിക്നിക് സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്, അപ്പൊ അങ്ങോട്ടൊക്കെ പോകണം. ഇതെല്ലാമാണ് എക്സ്പ്ലോറേഷൻ. പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോകാനായിട്ട് പോകും. ദെൻ ഓർഡർ അല്ലെ, നോളജ്, ഇൻഫർമേഷൻ. ഈ നമ്മൾ ഓറിയന്റേഷനിലൂടെയും എക്സ്പ്ലോറേഷനിലൂടെയും നമ്മൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആ ഒരു ടീം, ഇവിടുത്തെ നമ്മുടെ ഓഫീസിലെ ടീം നിങ്ങളെ അറിയിച്ചു, ഇൻഫോം ചെയ്തു. പിന്നെ അതിനൊരു സെഷൻ വെച്ചു, ഓറിയന്റേഷൻ സെഷൻ വെച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടിയ നോളജും ഇൻഫർമേഷനും എല്ലാം ഒരു ഓർഡറിൽ വെക്കുന്നു, അതിനെ സോർട്ട് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ടെൻഡൻസി ഒരു നമുക്കപ്പോ ഒരു മീനിങ് ഫുൾ പാറ്റേൺ, ഇങ്ങനെ ചെയ്താൽ ഈ ഒരു രീതിയിൽ പോയാൽ എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ ഓർഡർ ചെയ്യും. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ഷൻ. ജസ്റ്റ് ലാംഗ്വേജ്, നമ്മൾ എപ്പോഴും ത്രൂ ലാംഗ്വേജ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ മോട്ടിവേഷൻ ടു ബിഹേവ് ഇന്ററാക്ട്ലി വിത്ത് അവർ എൻവയോൺമെന്റ് ആൻഡ് വിത്ത് ദ എലമെന്റ്സ് ഇൻ ദ എൻവയോൺമെന്റ് ഇൻക്ലൂഡിങ് അതർ ഹ്യൂമൻ ബീയിങ്സ്. മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് അല്ലെ, മീഡിയം ലാംഗ്വേജ് ആണ്. ഓക്കെ, അതുമായിട്ട് കണക്റ്റഡ് ആവുന്നു. പിന്നെ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇമാജിനേഷൻ. നമ്മൾ ജനറലൈസ് ചെയ്ത് പല കാര്യങ്ങൾ, ജനറലൈസേഷൻ, അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ജനറലൈസ് ചെയ്ത് പല കാര്യങ്ങളും അറിയുന്നു, പിന്നെ അതിന്റെ പോസിബിലിറ്റീസ് പലതും നമ്മൾ ഇമാജിൻ ചെയ്ത് മനസ്സിലാക്കുന്നു പല കാര്യങ്ങളും. ദെൻ കോൺസെൻട്രേഷൻ, റിപ്പിറ്റേഷൻ, പെർഫെക്ഷൻ. നമുക്കൊരു ആക്ടിവിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, ഒരു കാര്യം, ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ ചെയ്യുവാണ്. അപ്പൊ ആ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ കോൺസെൻട്രേഷനിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ ഉണ്ടാവും, നമ്മുടെ എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടോ അതെല്ലാം, ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഫെസിലിറ്റീസ്, അത് അതിലുണ്ട്. അപ്പോൾ കുറെ കാര്യങ്ങളുടെ കളക്ഷൻ ആണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് അറ്റൻഷൻ, എനർജീസ്, ഫെസിലിറ്റീസ്, അങ്ങനെയുള്ളതായിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൂടെ വരുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഒറ്റയ്ക്ക്, ഇപ്പൊ എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നാൽ ആ വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കൂടെ തന്നെ ഞാൻ നല്ല ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കണം, എനർജി, എന്റെ മാക്സിമം എനർജി എടുക്കണം. എന്റെ കയ്യിൽ എന്തെല്ലാം അതിനു വേണ്ടി, ഒരു പടം വരയ്ക്കണം, നമുക്ക് പെൻസിൽ വേണം, റബ്ബർ വേണമെങ്കിൽ റബ്ബർ വേണം, എന്തെങ്കിലും മെഷർ ചെയ്യാനെങ്കിൽ സ്കെയിൽ വേണം. അതുപോലെ എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്ക് ഉള്ളിലുണ്ടോ അത് മുഴുവനും നമ്മൾ പുറത്തേക്ക് എടുക്കണം ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺസെൻട്രേഷൻ ഒറ്റയ്ക്ക് തന്നെ അത് ആ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് സം അതർ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്ന പോലെ മറ്റു ടെൻഡൻസികളുടെ ഒരു കളക്ഷൻ വരും. അപ്പൊ ഈ വർക്ക് പെർഫെക്റ്റ് ആകണമെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ശരിയായിട്ടില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട് കോൺസെൻട്രേഷൻ, റിപ്പീറ്റേഷൻ ആൻഡ് ദെൻ ലാസ്റ്റ്ലി പെർഫെക്ഷൻ. പെർഫെക്ഷനിൽ എത്തണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കുറച്ചുകൂടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. സോ അതിന് പെർഫെക്ഷൻ ആക്കാനുള്ള കാര്യം. എക്സാക്ട്നെസ്, ഒരു എന്താ പറയാ, നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പെർഫെക്ഷൻ, റിപ്പീറ്റേഷനിലൂടെയൊക്കെ പെർഫെക്റ്റ് ആക്കി വെച്ചു, അതിനെ കറക്റ്റ് ഫോമിലേക്ക് ആക്കി വെക്കുക. അതാണ് എക്സാക്ട്നെസ് എന്ന് പറയുന്നത്. ഒരു പ്രിസൈസ് ഫോമിലേക്ക് അതിനെ മാറ്റുക. ഇതാണ് മറിയോ മോണ്ടിസോറിയുടെ മകൻ പറഞ്ഞ ഹ്യൂമൻ ടെൻഡൻസീസ്. അദ്ദേഹം പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ബിഹേവിയർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുവാണ് ഈ ത്രൂ ദിസ് ടെൻഡൻസീസ്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ ടീച്ചേഴ്സ്, അതായത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ്
വളരെ കെയർഫുൾ ആയിട്ട് ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് ലേണിംഗ് എൻവയോൺമെന്റും ലേണിംഗ് മെറ്റീരിയൽസും കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാം ഡിസൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ടെൻഡൻസീസ് എല്ലാ കുട്ടികളിലും ഒരേപോലെ ആവണമെന്നില്ല. എല്ലാവരിലും ഇത് കാണും, ഈ ഓരോന്ന് കാണും, പക്ഷെ പല പല ലെവൽസിലായിരിക്കും. അതിനനുസരിച്ച് വേണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ശ്രദ്ധിക്കാൻ. അത് ഇതിനകത്ത് ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്, മോണ്ടിസോറി ടീച്ചേഴ്സ് ഡു നോട്ട് വാണ്ട് ടു ഫോഴ്സ് ദർ ചിൽഡ്രൻ സ്റ്റുഡൻസ് ടു ചിൽഡ്രൻ ആർ നാച്ചുറലി ഇതിലേക്ക് വരണം എന്നുള്ളത്. ഫോഴ്സ് ചെയ്യരുത്, വളരെ കെയർഫുൾ ആയിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യം ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്ത് വേണം. കൊച്ചിനാണി അത് ഭംഗിയായി ചെയ്തു. പലരും ഇത് ചെയ്തു, പല കുട്ടികളിലും പല ഇന്റർവെൻഷൻസ് നടത്തിയപ്പോൾ നിങ്ങളിത് തന്നെ അത് വരികയാണ്. സോ ജസ്റ്റ് എല്ലാവർക്കും ആ ഒരു ബ്ലെസ്സിങ് എല്ലാം ഉണ്ട് ശരിക്കും. മറിയ മോണ്ടിസോറി പറഞ്ഞ 14 യൂണിവേഴ്സൽ ടെൻഡൻസി. അപ്പൊ നമ്മൾ ഓൾറെഡി 9 ഇത് പറഞ്ഞു, അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. കൂടുതലായിട്ട് ഇൻഡിപെൻഡൻസ് ഒക്കെ മറിയോ മോണ്ടിസോറി ചേർത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് ഗ്രിഗേറിയസ് ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, ഇതെല്ലാം ഈ 9-നകത്ത് അവിടെ എവിടെ വരുന്നുണ്ട്. പക്ഷെ 9 പ്രത്യേകം മറിയോ മോണ്ടിസോറി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എക്സ്പ്ലോറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എന്താണ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു. നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ്, നോളജ് നമ്മൾ അക്വയർ ചെയ്യാണ് പുറത്തുനിന്ന്, എൻവയോൺമെന്റിൽ നിന്ന് എന്തെല്ലാം നമ്മൾക്ക് കിട്ടുമോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ അതിനൊക്കെ ഒരു ജോലിയിൽ നമ്മൾ കയറുവാണെങ്കിലും ശരി, നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണ്ടി വരുവാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആകുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, കേട്ടില്ലേ? ചില അമ്മൂമ്മമാരെ കണ്ടിട്ടില്ലേ, കൊച്ചുമക്കളോട് സംസാരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് അവർ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അവരതെല്ലാം നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. ഇവിടെ അടുത്ത് ഓക്സിജൻ ആണോ അത് മൈജിയോ എന്തോ ഒരു മൊബൈൽ ഷോപ്പോ അങ്ങനെ എന്തോ ഉണ്ട്. അവിടെ ഈ നല്ല പ്രായമായവർക്ക് പലർക്ക് ഈ ഫോൺ യൂസ് ചെയ്യാനോ, വീഡിയോ, മക്കളൊക്കെ പുറത്തായിരിക്കും, വീഡിയോ കോൾ ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ അവര് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം. ബട്ട് ഈ സീനിയർ സിറ്റിസണ് ഫ്രീ ആയിട്ട്, ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വരുമ്പോഴേക്കും ഫ്രീ ആയിട്ട് അവിടെ അവർക്കൊരു ഫാക്കൾട്ടി ഉണ്ട്. ആ ഫാക്കൾട്ടി വെച്ച് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇതിന് ക്ലാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രമല്ല, വീഡിയോ കോൾ ചെയ്യുന്നത് മാത്രമല്ല, എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടോ അതിനെ പറ്റിയും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർ ക്ലാസ് കൊടുക്കും. നമ്മൾക്കും ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണേ, ഗൂഗിൾ സെർച്ച് നോക്കും പല കാര്യങ്ങളും. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. കിട്ടിയ ഇൻഫർമേഷൻസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ അത് മനസ്സിലാക്കി വെക്കും. അത് ചിലരത് നോട്ട് ചെയ്ത് വെക്കുമായിരിക്കും, ചിലരത് അവരുടെ മനസ്സിലുണ്ടാകും. അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനോ ആക്ടിവിറ്റി ചെയ്യാനോ വരുവാണെങ്കിൽ അതിനനുസരിച്ച് അവർ ആ വർക്ക് ആക്ടിവിറ്റി എല്ലാം ചെയ്യും. ഓക്കെ, ഇനി കൊച്ചു കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ തൊട്ടിലി കിടക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായ മൂവ്മെന്റ്സ് ഇല്ല, അവിടെ കിടന്നുള്ള കൈകാലിട്ടടിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ മോഷൻലെസ് ആയിട്ടുള്ള ഇൻഫൻസ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് അവരുടെ ക്രിബില് കിടന്നിട്ടായിരിക്കും അവിടെ ഇരുന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള ചില എക്സ്പ്ലോറേഷൻ അവർക്ക് ഉണ്ടാവും. കേൾക്കുന്നത്, കാണുന്നത്, ഹിയറിംഗ്, അപ്പൊ അവരുടെ സെൻസസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ടെൻഡൻസിയില് സെൻസസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, കാണുന്നു, കേൾക്കുന്നു, അതെല്ലാം. ഇത് ബോഡി മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു മൈൻഡിന്റെ റിഫ്രഷ്മെന്റും ആണ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റും ആണെന്ന് പറഞ്ഞു. സോ ഇത് ഈ ഒരു എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പലപ്പോഴും ചെറിയ രീതിയിലെ മൂവ്മെന്റ്സ് ഉണ്ടാക്കിയാലും, ഇപ്പൊ വലിയ കുട്ടികളാണെങ്കിൽ വലിയ രീതിയിലെ മൂവ്മെന്റ് ഉണ്ടാക്കിയാലും ദാറ്റ് വിൽ ഇംപ്രൂവ് ദി ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ. പിന്നെ കുട്ടികൾ പൊതുവെ വീടിനകത്ത് തന്നെയായിരിക്കും, അവരുടെ ഒരു എൻവയോൺമെന്റ്, ചെറിയ കുട്ടികൾ ഈ വീട് ആ ഹോം എന്നുള്ള എൻവയോൺമെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഗ്രൂപ്പില് അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ എൽഡർ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലായിരിക്കും അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നത്. എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊരു പാരഗ്രാഫ് വരുന്നുണ്ട്, അത് ആരെങ്കിലും ഒന്ന് വായിച്ചു കേട്ടോ. ഇത്
ആസ് ദ ഫസ്റ്റ് ഹ്യൂമൻ. ഈ ഒരു വലിയ പാരഗ്രാഫ് ഇതെല്ലാം ഞാൻ പറഞ്ഞു പോയി. വായിക്കാം. Yes, ma'am. As the first humans explored further from their point of origin, they had to have some means of returning to move about. We must have the tendency to put ourselves in relation to our environment. Human tendency to explore puts him in contact with his environment. It entails seeking exotic stimuli and searching for new and unknown perspectives. Order helps human beings to orient us to the world. The aspect of culture most evidently associated with these tendencies is natural history. Practitioners of natural history explore the world around. The moment the child receives an impression, he needs to make a mental order of his environment. This personal classification of impression is limited if it does with coincide with the relationship that culture accepts. ഓക്കെ, സോ എക്സ്പ്ലോറേഷന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, കേട്ടാണെങ്കിലും കണ്ടാണെങ്കിലും ടച്ച് ചെയ്താണെങ്കിലും ഏതൊക്കെ രീതിയിൽ കയ്യിലെടുത്തിട്ടാണെങ്കിലും ആ ചെയ്യുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, വേൾഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. ചിലർ യാത്ര പോകും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ഏത് എൻവയോൺമെന്റിലാണോ അവിടെയാണ് അവനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ അത് കേൾക്കും, ചില കാര്യങ്ങൾ കേൾക്കുന്നത്, ചിലത് കാണുന്നത്, ആ രീതിയിലൊക്കെ. കുയിലൊക്കെ പോകുമ്പോൾ തിരിച്ചു പോവാനായിട്ട് കുട്ടി ട്രൈ ചെയ്യുന്നു ആ ഒരു ഏജ് ആവുമ്പോഴേക്കും. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ റിലേറ്റ് ചെയ്ത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള, അത് കൂടുതൽ അറിയാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും. എവിടെയെങ്കിലും ഒരു ശബ്ദം മ്യൂസിക്കലായിട്ടോ അല്ലാതെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കും ആ ഒരു ഭാഗത്തേക്ക്. അപ്പൊ വേൾഡുമായിട്ട് ഓറിയന്റേഷൻ നടത്തുവാണ്, അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുവാണ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ ഈ ടെൻഡൻസീസ് എല്ലാം നാച്ചുറൽ ആയിട്ട് വരുക. അതായത് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഈ ടെൻഡൻസീസ് ഉണ്ടാക്കുമല്ലോ, അവരിൽ നാച്ചുറൽ ആയിട്ട് വരുവാണ്. എന്തെങ്കിലും കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും കാണുന്നത്, ചില കളേഴ്സ് കാണുമ്പോൾ നോക്കുന്നു, അങ്ങനെ എന്തെങ്കിലും മൂവ്മെന്റ്, ഇപ്പൊ പല്ലിയൊക്കെ ഭിത്തിയിലൂടെ പോകുമ്പോൾ അങ്ങനെയൊക്കെ നോക്കും. അങ്ങനെ മൂവ് ചെയ്യുന്ന സാധനങ്ങളെയൊക്കെ കണ്ട് അവരുടേതായ ഒരു ഭയങ്കര എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ അവർ കാണിക്കും, ഭയങ്കര അത്ഭുതത്തോടു കൂടിയുള്ള അങ്ങനെയുള്ളതൊക്കെ. ഇതെല്ലാം ഇങ്ങനെയുള്ള ഇംപ്രഷൻസ് എല്ലാം ശരിക്കും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെ അതുമായിട്ട് കണക്ട് ചെയ്തു. അതേസമയം ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഒരു കുട്ടി അങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് സംതിങ്. കാരണം ഞാൻ പറയാൻ കാരണം 11 months ആയപ്പോ മോള് ഒരു 10 months അവള് കമിഴ്ന്നെങ്കിലും കമിഴ്ന്ന് കിടന്നുള്ള കളിക്കൽ കുറവായിരുന്നു, മലർന്ന് കിടന്നിട്ടാ ചെയ്യുക കുട്ടി. അപ്പൊ 11 months ആയിട്ടും ഈ കുട്ടി അങ്ങനെ നടക്കാനോ പിടിച്ചു നിൽക്കാനോ ഒന്നും ശ്രമിക്കണമെന്നില്ല. വെയിറ്റും ഇല്ല അധികം, മീൻസ് ബോഡി വെയിറ്റ് അങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ അങ്ങനെ മലർന്ന് കിടന്ന് കളിക്കുമ്പോ സംടൈംസ് ഭയങ്കര സൈലന്റ് ആവും. ഒരു പോയിന്റിൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്യുന്ന പോലെ തോന്നും. അപ്പൊ ഇത് കണ്ടപ്പോഴേക്കും നമുക്കിത് എന്താ ഇങ്ങനെ കാണിക്കണേ സംശയം തോന്നി. അപ്പൊ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ അഞ്ച് മൂവ്മെന്റ് ഇല്ല, സ്റ്റാൻഡ് സ്റ്റിൽ എന്നൊക്കെ പറയണ പോലെ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് അനങ്ങാണ്ട് കിടക്കുന്നു. ഒരു പോയിന്റിലേക്ക് കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. 11 മാസമായ കുട്ടി അങ്ങനെ കാണിച്ചപ്പോ നമുക്കൊരു ടെൻഷൻ. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ അല്ലാത്ത സമയങ്ങളിൽ ആക്റ്റീവ് ആണോ, നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അപ്പൊ അതൊക്കെ നോർമൽ തന്നെയാണ്. അങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എക്സ്പ്ലോറേഷന്റെ കാര്യങ്ങളൊന്നും അന്ന് കാര്യമായിട്ട് അറിയില്ല. ബട്ട് കുട്ടി അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ടായി. കാരണം സാധാരണ കുട്ടികൾ മൂവ്മെന്റ് ഉണ്ട്, അവരെപ്പോഴും കളിക്കുകയോ കരയുകയോ ചിരിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ആ ഒരു പ്രായത്തില്. അപ്പൊ ഇങ്ങനെ ഒരുമാതിരി ഹസ്ബൻഡ് അതിനെ പറയണ എന്താ പറയാ, സന്യാസിമാരെ തപസ് ചെയ്യില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് പോണ പോലെ അങ്ങനെ രീതിയിൽ ഇങ്ങനെ പറയുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു 2-3 ദിവസം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതിങ്ങനെ നടക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അങ്ങോട്ട് അതങ്ങ് ശരിയായി, എന്തോ ഭാഗ്യം കൊണ്ട്. പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ധ്യാനത്തിന് പോകുന്നതാണ് ഹസ്ബൻഡ് പറയണത്. ഇങ്ങനെ കുറെ സമയം മിണ്ടാതിരിക്കണം, നമ്മൾ എന്ത് പറഞ്ഞാലും ഒട്ടും റിയാക്ട് ചെയ്യുന്നില്ല, അത് കേൾക്കുന്നതായിട്ട് ഭാവിക്കുന്നില്ല, അങ്ങനെയൊക്കെ വന്നു. അപ്പൊ കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെയുള്ള കാര്യം തന്നെയാണ്. ദാറ്റ് മീൻസ് അവര് റെസ്പോണ്ട് ചെയ്യണം എന്ത് കാര്യവും ചുറ്റും നടക്കുന്നതായിട്ട്. അപ്പൊ അവർക്ക് എൻവയോൺമെന്റിൽ നിന്ന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുറെ സ്പാർക്കുകൾ കിട്ടുമ്പോൾ അവരത് എങ്ങനെ യൂസ് ചെയ്യണം, അതായിരുന്നു മറിയം മോണ്ടിസോറി ചിന്തിച്ചത്. അപ്പൊ അവരതിനനുസരിച്ച് മറിയം മോണ്ടിസോറി അതിനനുസരിച്ച് മെറ്റീരിയൽസ് സ്പെസിഫിക് ആയിട്ട് ഈ സെൻസോറിയൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി.
അങ്ങനെയാണ് ഓരോ മെറ്റീരിയൽസും അവര് ഡിസൈൻ ചെയ്തു തുടങ്ങിയത്. ഡിസൈൻ ചെയ്തപ്പോൾ പല ഫാക്ടേഴ്സും അവർ ശ്രദ്ധിച്ചു. അതിന്റെ വെയിറ്റ്, ലെങ്ത്, അതിന്റെ വോളിയം, അങ്ങനെ പലതും. കാരണം കുട്ടികളുടെ നാച്ചുറൽ ടെൻഡൻസി അനുസരിച്ച് ആ മെറ്റീരിയൽസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അത് എൻവയോൺമെന്റുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണക്ട് ചെയ്ത് അവരൊരു വർക്ക് ചെയ്ത് അതിലൊരു അച്ചീവ്മെന്റ്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷവും ഒരു കോൺഫിഡൻസും അവരുടെ കൂടും എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. നെക്സ്റ്റ് ടെൻഡൻസി ഗ്രിഗോറിയസ്നെസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒരുമിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഗ്രിഗോറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുക, സംസാരിക്കുക. അത് ചില കുട്ടികൾ ഭയങ്കര ടോക്കറ്റീവാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചില കുട്ടികളെ പറ്റി പറഞ്ഞു കേൾക്കാറില്ലേ, എപ്പോഴും ഇങ്ങനെ അവര് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് പറഞ്ഞിട്ട്. കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഒരു നല്ലൊരു വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു, മാത്രമല്ല ആളുകൾ തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു റിലേഷൻഷിപ്പ്, അതിനും നല്ലതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഏതൊരു കൾച്ചർ ആണെങ്കിലും ഒരു ടുഗദർനെസ് ഉണ്ടാകും ആൾക്കാർ തമ്മിൽ. ഇപ്പൊ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാരെയും നമ്മൾ വിളിക്കും, ആ ഒരു ഫംഗ്ഷനിലേക്ക് വേണ്ടുന്ന ആൾക്കാരെ എല്ലാം വിളിക്കും. നമുക്ക് അങ്ങനെ അതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അതിപ്പോ ഒരു പ്രെയർ ആണെങ്കിലും ശരി, ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ശരി, ബർത്ത്ഡേ പാർട്ടിയോ എന്ത് തന്നെയാണെങ്കിലും ഓക്കെ, അവിടെ ആ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഫോം ചെയ്യുമ്പോൾ അവിടെ പിന്നെയുള്ളത് എന്താ, കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് ഉണ്ടാകും, പല മെസ്സേജസ് ഉണ്ടാകും, പാട്ട്, ഡാൻസ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. നമുക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പിലിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരോട് നമ്മളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട്. കൊച്ചുറാണി വന്ന് നമ്മളോട് എല്ലാ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തില്ലേ. സോ അതാണ്. അപ്പൊ ഗ്രിഗോറിയൻസ്നെസ്, അതിലൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ വരുന്നു, ആ ഒരു ടെൻഡൻസി. ഇത് ആളുകളിൽ നല്ല രീതിയിൽ അവർക്ക് ഇമോഷണലി, അതുപോലെ തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത്. കുട്ടികളിൽ ലാംഗ്വേജ് ഫോർമേഷൻ വരുന്നത്, അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് നല്ല രസമായിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങുമല്ലോ, പല കാര്യങ്ങളും അവരുടേതായ ചില വേർഡ്സ് ഒക്കെ അവർ യൂസ് ചെയ്യുമെങ്കിലും, പിന്നെ ബ്രേക്ക് ആയിട്ടുള്ള സെന്റൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അവര് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് കാണുക എന്നുള്ളത്. നമ്മളുടെ എക്സ്പീരിയൻസസ്, എൻവയോൺമെന്റുമായിട്ടുള്ള എക്സ്പീരിയൻസസും അത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും, നമ്മൾ ആ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. പലപ്പോഴും ക്യൂരിയസ്, അവരെപ്പോഴും വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരിക്കും, അതായത് വൈ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കും. എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം, ഇൻക്വിസിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അത് അവർക്കൊരു ക്രിയേറ്റീവ് ഡിസയർ, കാര്യങ്ങൾ അറിഞ്ഞ് അത് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആകാനായിട്ട് കാര്യമാണ്. ഹൗ, വൈ, വാട്ട്, അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ചും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പലപ്പോഴും ഈ ആളുകള് പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവരങ്ങ് ഇമാജിൻ ചെയ്ത് അതിനെ ജനറലൈസ് ചെയ്യും. ഇതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വന്നു വരുന്നത്. അതാണ് ഇമാജിനേഷനും അബ്സ്ട്രാക്ഷനും. അങ്ങനെ നമ്മള് ഒരു കൺക്ലൂഷനിൽ എത്താറായില്ലേ, ഓ ഇതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചത്, മഴ പെയ്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഒരു ഇമാജിനേഷനും ഒരു നമ്മളൊരു അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെ, ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത്. ഫ്ലഡ് കാരണമായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത്, ആളുകളിൽ ഈ ഒരു മാറ്റം വന്നു എന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങളെ കാണുമ്പോൾ നമ്മളൊരു ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഏരിയയെ ജനറലൈസ് ചെയ്ത് പറയും. ഇപ്പം ട്രിവാൻഡ്രത്തുള്ളവർ അങ്ങനെയാണ്, അല്ലെങ്കിൽ തൃശ്ശൂരുള്ളവർ എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ, അതാണ് അബ്സ്ട്രാക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് കേട്ടോ. കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് പറയുന്നത്. പെൺകുട്ടികൾ ഇങ്ങനെയായിരിക്കും, ആൺകുട്ടികൾ ഇങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ഹ്യൂമൻ ടെൻഡൻസീസ് ഉണ്ടല്ലോ ആളുകളിൽ. സോ ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. ആളുകളെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ജനറലൈസ് തിങ്കിങ്, ഇറ്റ്സ് ഓക്കെ. Abstraction and curiosity. Okay. പണ്ട് കാലത്ത് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഷെൽട്ടർ ഒക്കെ ആകുന്നതിന്റെ റീസൺ ആകാൻ അവർ നോക്കുമ്പോ കിളികൾ കൂട് വെക്കുന്നു, അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ അവര് ഇമാജിൻ ചെയ്തു കിളികൾക്കൊരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തു, അങ്ങനെ അവര് ഇമാജിൻ ചെയ്ത് ബിൽഡ് ചെയ്തതാണ് അവർക്ക് പറ്റിയ വീടുകളും ചെറിയ ഹട്ടുകളും. അതിന് മുമ്പ് ഗുഹക്ക് മൃഗങ്ങള് ഗുഹയിൽ താമസിക്കുന്നു കാണുമ്പോൾ സോ നമുക്കും പറ്റിയ ഷെൽട്ടർ അതാന്ന് പറഞ്ഞ ഗുഹയിലായി. പിന്നെ
ഗുഹയിലെ പല ബുദ്ധിമുട്ടുകളും, ഇരുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും അവരങ്ങനെ പിന്നെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം അതിനടുത്തേക്ക് റിവറിനടുത്തേക്കാണ്, വെള്ളത്തിന് വെള്ളം വേണമല്ലോ കൃഷി ചെയ്യാൻ. അങ്ങനെ കൃഷി അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കൃഷി എവിടെയാണോ ചെയ്യുന്നത് അതിനടുത്ത് തന്നെ അവര് ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇത് കാടിനുള്ളിലെ ഗുഹകളിലായിരുന്നെങ്കിൽ ഹട്ടുകളിലേക്ക്, മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഏറുമാടം കെട്ടി അങ്ങനെയൊക്കെ അതെല്ലാം എന്തെങ്കിലും കണ്ട് അത് ഇമാജിൻ ചെയ്ത് അവരുടെ ഒരു അങ്ങനെയാണ് ഈ സ്വന്തമായിട്ട് ഷെൽട്ടർ ആദ്യകാലത്ത് മനുഷ്യർ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ്. എയർലി ഹ്യൂമൻ ബീയിങ്ങിന്റെ ടെൻഡൻസീസ് എന്താണോ, നമ്മളും ഇപ്പോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയില് വീട് വെക്കുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് അങ്ങോട്ട് അതിനടുത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്തേക്ക് താമസം മാറുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യില്ലേ. സെയിം തന്നെ എയർലി മാൻ അവരും ഇമാജിനേഷനിലൂടെ ആ സ്ഥലത്തേക്ക് വീട് മാറിയാൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, കൺവീനിയന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ മാറുന്നുണ്ടല്ലോ. സിമിലർ ഓരോ മോഡിഫിക്കേഷൻസും വരുത്തുന്നു. അതെല്ലാം നമ്മളുടെ അബ്സ്ട്രാക്റ്റീവ് തിങ്കിങ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ക്യൂരിയസ് ആയിരിക്കും പലപ്പോഴും. നെക്സ്റ്റ് കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ എന്ന പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സർവൈവ് ചെയ്യാനായിട്ട് പണ്ടത്തെ ആളുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളും അവർ പല പ്രശ്നങ്ങൾക്കും പല സൊല്യൂഷൻസ് കണ്ടെത്തിയിരുന്നു. അതായത് ഇപ്പം അവര് ആദ്യം മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പൊ ആദ്യം യൂസ് ചെയ്തിരുന്നത് മരങ്ങൾ കൊണ്ടുള്ള ഇത് മരങ്ങളുടെ എന്തിങ്ങനെ കൂർപ്പിച്ച് അങ്ങനെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു. പിന്നെ അത് അധികം ലൈഫ് ഇല്ലാത്ത കാരണം സ്റ്റോൺ കല്ലുകൾ ഇങ്ങനെ കൂർപ്പിച്ച് പല ഇപ്പം മൃഗങ്ങളെ മുറിക്കാനായിട്ട് ചില കൂർത്തത് പറ്റാതെ വരികയോ അല്ലെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് ബ്ലെൻഡ് ആക്കുക, അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ഷേപ്പിൽ അവര് കല്ലുകൾ ഇതാക്കി ചെയ്തു. പിന്നെ മെറ്റൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി, മെറ്റൽ കണ്ടുപിടിച്ചു തുടങ്ങി. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങള് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാൻ അതിന് പറ്റുന്ന രീതിയിൽ ആയുധങ്ങളാക്കി, മാംസം കട്ട് ചെയ്യാൻ അതിന് പറ്റുന്ന രീതിയിലാക്കി, അങ്ങനെ ഓരോ ഇൻവെൻഷൻസ് നടക്കുമായിരുന്നു അല്ലെ. അപ്പം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പണ്ട് കാലത്തെ ആളുകൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ സൊല്യൂഷൻസും. ഹ്യൂമൻ ഇന്റലിജൻസും ഇമാജിനേഷനും അതെല്ലാം മൈൻഡിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ റിസൾട്ട് കിട്ടും, ആ രീതിയിലുള്ള ഇമാജിനേഷൻസ്, കാൽക്കുലേഷൻസ് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളും അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ ഒരു ദിവസം വീട്ടിൽ ഗസ്റ്റ് വരുന്നു, നമ്മള് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും, ഇത്ര മണിക്ക് ഇത്ര കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്ത് വെച്ച് അവർ വരുന്ന ടൈം ആകുമ്പോഴേക്കും ഇതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ലാസ് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവർ ആ ടൈമിൽ പോകുന്നില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ചെയ്യാൻ കാണേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾക്കൊരു കാൽക്കുലേഷൻ മൈൻഡിൽ വരില്ലേ. യെസ്, ഇത് തന്നെ. റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും അവർക്ക് ഇമാജിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇയർലി മാൻ പണ്ട് കാലത്തെ ആൾക്കാർക്ക് അവർക്ക് അപകടങ്ങൾ കൂടുതൽ, ആനിമൽസ് ഹാം ചെയ്യാം, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അപ്പൊ അവര് കണക്ട് ചെയ്യുക ചുറ്റുമുള്ള ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കുന്നു. ആയുധങ്ങൾ ഉണ്ടാക്കി നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽട്ടർ അവർ ചെയ്തു വെച്ചു. കൃഷിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. കൃഷിക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നദിയുടെ സൈഡിലാണ് കൃഷികൾ ചെയ്തത്. അപ്പോൾ രാത്രി കാവല് നിൽക്കേണ്ട വരുന്ന കേസ് വന്നപ്പോൾ വീടുകൾ അങ്ങോട്ട് മാറ്റാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഓരോ ഗ്രൂപ്പായിട്ട് പല പല ജോലികളിൽ ഏർപ്പെട്ടു. അങ്ങനെയാണല്ലോ പണ്ട് കാലത്തെ ആൾക്കാർ. അന്ന് കാശൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കൃഷി ചെയ്ത് കിട്ടുന്ന കോപ്സ് ഇതുപോലെ മീൻ പിടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും, അതിന് പകരം മീൻ വാങ്ങും. അല്ലെങ്കിൽ തുണി നെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും, തുണി വാങ്ങും. അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നല്ലോ അന്ന്. അതെല്ലാം ഇതുപോലുള്ള ടെൻഡൻസിയിൽ നിന്ന് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അന്നും ആൾക്കാർ ആക്റ്റീവ് ആയിരുന്നല്ലേ, എന്തെങ്കിലും വർക്ക് ചെയ്യണം, അത് ഫിനിഷ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, അതിനൊരു റിസൾട്ട് കിട്ടും. ടെൻഡൻസി ടു വർക്ക് അത് എല്ലാവരിലും ഉണ്ടായിരുന്നു. അതൊരു പേഴ്സണൽ എഫേർട്ട് തന്നെയാണ്, ഓരോ വ്യക്തിയായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ടെൻഡൻസി ടു വർക്ക് എന്ന് പറയുന്നതിൽ
പല ടെൻഡൻസീസും അതുമായിട്ട് കണക്റ്റഡ് അസിസ്റ്റൻസ് ടെൻഡൻസീസ് വേണം. അതായത് വർക്ക് ചെയ്യുമ്പോൾ അത് സംടൈംസ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അത് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ റിപ്പറ്റീഷൻ വേണം. പിന്നെ നല്ലൊരു എക്സാക്ട് വാല്യൂ കിട്ടണം, അതൊരു എക്സാക്ട്നെസ് അങ്ങനെ വരുമ്പോഴേക്കും അങ്ങനെ പിന്നെ അതിന് വേണ്ടത് കോൺസെൻട്രേഷന്റെ കൂടെ എന്ത് വരും, അറ്റൻഷൻ, എനർജി മുഴുവൻ യൂസ് ചെയ്യും, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം അതെല്ലാം യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ടെൻഡൻസി ചെയ്യുമ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാൻ മറ്റു ടെൻഡൻസീസും വരാറുണ്ട്. അപ്പൊ ഒറ്റയ്ക്കായിട്ടൊരു ടെൻഡൻസി ഇല്ല, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ടെൻഡൻസീസ് വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ സെൽഫ് കൺട്രോൾ ഒക്കെ ആളുകൾക്ക് ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും സെൽഫ് കൺട്രോൾ ചെയ്യാനും അതെല്ലാം കറക്റ്റ് ആയി വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സർവൈവൽ അതാണ് ശരിക്കും ഈ ഒരു പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും അത് സർവൈവലിന്റെ ഒരു അഷുറൻസ് എല്ലാവർക്കും നിലനിന്ന് പോകണം. അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും ആളുകൾ പല ആക്ടിവിറ്റീസും ചെയ്യുന്നതും ഈ ടെൻഡൻസീസ് എല്ലാം അവരിൽ വരുന്നതും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ എക്സാക്ട് ഒരു ടെൻഡൻസി അല്ല, അതുമായി കണക്ട് ചെയ്ത് മറ്റു പല ടെൻഡൻസീസ് വരും. മറ്റ് പല ടെൻഡൻസീസും എല്ലാം ചേർന്നാണ് പല ടെൻഡൻസീസും ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആളുകൾ പറഞ്ഞല്ലോ സർവൈവ് ചെയ്യണം, ആളുകൾക്ക് സർവൈവ് ചെയ്യേണ്ടതായിട്ട് വരും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ് എന്ന് കേട്ടിട്ടില്ലേ? സർവൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ത്രൂ ദീസ് ടെൻഡൻസീസ് ആണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, സർവൈവ് ചെയ്യുന്നത്. പലപ്പോഴും പിടിച്ചു നിൽക്കാൻ ഒരു ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം നടന്നു പോകും. സോ ദാറ്റ് മീൻസ് ആ ജോബിന് വേണ്ടിയിട്ട് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ പല ട്രേറ്റ്സ്, ഹ്യൂമൻ ട്രേറ്റ്സ്, സ്വഭാവ വിശേഷങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുക്കും. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. ചെയ്യുന്നത് പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കും. അതിലെന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണോ അതും ക്രിയേറ്റിവിറ്റി ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, നമ്മളൊരു എൻവയോൺമെന്റിലായിരിക്കുമ്പോൾ നമ്മളുടെ എയിം ആ എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യാന്ന് മാത്രമല്ല, അത് എൻവയോൺമെന്റ് എന്താന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമുക്ക് അവിടെ ഒരു മോഡിഫിക്കേഷൻ നടത്താനായിട്ട് പറ്റില്ല. ഈ ഒരു മോഡിഫിക്കേഷനെ പെർഫെക്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ദാറ്റ് ഈസ് അവർ പെർഫെക്ഷൻ. അപ്പൊ നമ്മളുടെ വീട് നമുക്ക് ചുറ്റും കുറച്ച് സ്ഥലമുണ്ട്. സോ ആ സ്ഥലം എങ്ങനെയുള്ളതാണ്, അവിടുത്തെ മണ്ണ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അവിടെ ചെടികൾ നടാൻ പറ്റുള്ളൂ. സോ ആദ്യം വി ഹാവ് ടു നോ അബൌട്ട് ദ എൻവയോൺമെന്റ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണെ, നമ്മളുടെ ഏരിയ, ആ ഒരു നമ്മൾ താമസിക്കുന്ന ഏരിയയിലെ ആളുകൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സോ എങ്ങനെ നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യണം, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരോട് ആരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതെ ന്യൂട്രൽ ആയിട്ടാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെ ന്യൂട്രൽ ആയിട്ട് പോകുന്നു. ആ ഒരു രീതി അത് തന്നെ. അപ്പൊ എൻവയോൺമെന്റ് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ അതിലേക്ക് ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് പെർഫെക്ഷൻ. സംടൈംസ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ പല കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്യും, പലതും നമ്മൾ സൗണ്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം അതിന്റെ യുണീക്ക് വേയിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാൻ. ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്. അത് ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ചെയ്യും. അതാണ് കൾച്ചർ. നമ്മുടെ എൻവയോൺമെന്റിന്റെ കൾച്ചർ എന്തായാലും ടെൻഡൻസി എന്താ, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതൊരു ആർട്ടാണെന്നാണ് പറയുന്നത്. സോ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഒരു പച്ചക്കറി തോട്ടം നടണം. സോ അവിടെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും ആർട്ടും നമ്മൾ എടുക്കും. ആ മണ്ണ് എങ്ങനത്തെയാന്ന് മനസ്സിലാക്കും. അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണോ, ആഡ് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ആക്കണോ, പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികൾ വെക്കാൻ ക്രിയേറ്റീവ് ആയിട്ട് അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്താട്ടോ. എൻവയോൺമെന്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റിയും അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് ദ ടെൻഡൻസി, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ദെൻ ഇൻഡിപെൻഡൻസ്. ആ ഒരു ടെൻഡൻസി വളരെ ഇമ്പോർട്ടന്റ് എന്ന് തന്നെ പറയാം. എല്ലാവരും ഓട്ടോണമസ്, തന്നെത്താന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുട്ടികൾ ഡെഫിനറ്റ്ലി ഒരു ഏജ്, ഒരു വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സിലേക്കൊക്കെ കടക്കുമ്പോൾ തുടങ്ങി അവര് അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് കാണിക്കാൻ, തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ
പല കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ ഓരോ കൾച്ചറിനും അവരുടേതായിട്ടുള്ള ഒരു ഓൺ സ്റ്റോറി ഉണ്ടായിരിക്കും. നമ്മൾ ഹിസ്റ്ററിയിലേക്ക് പഠിച്ചു പണ്ട് സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു. പലയിടത്തും അവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടുത്തെ ആളുകളുടെ ജീവിത രീതി, കൾച്ചർ, അവർ ഫോളോ ചെയ്തിരുന്ന എന്തെങ്കിലും റിലീജിയൻ ബിലീഫ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അവർ യൂസ് ചെയ്ത ആഭരണങ്ങൾ, യൂസ് ചെയ്ത പാത്രങ്ങൾ, അങ്ങനെയുള്ള രീതിയിൽ അവർ എന്തൊക്കെ കുക്ക് ചെയ്തിരുന്നു, വെള്ളത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, അതൊക്കെ ആ ഒരു എക്സ്കവേറ്റ് ചെയ്ത് പലതും കിട്ടിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ പല കൾച്ചറും ഉണ്ടാവും. ഓരോ കൾച്ചറിനും അവരുടേതായ ഹിസ്റ്ററി ഉണ്ടാവും. അത് പലപ്പോഴും മിത്സും പല കഥകളും പല ലെജൻസും ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളെപ്പോഴും നമ്മൾ താമസിക്കുന്ന ഒരു എൻവിയോൺമെന്റിൽ അവിടെ വേറെയും പല സിറ്റിസൺസ് ഉണ്ടായിരിക്കും. അവരുമായിട്ട് ഒരു കോപ്പറേഷൻ, അവരുമായിട്ട് യോജിച്ചു പോവുക, അത് നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട് നമ്മളുടേതായിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു എൻവിയോൺമെന്റിൽ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവിടെ ചില അഡാപ്റ്റേഷൻ, പല കാര്യങ്ങളും നമ്മൾ ഒത്തൊരുമിച്ച് പോകേണ്ടതായിട്ട് വരും അവിടെയുള്ള ബാക്കി സിറ്റിസൺസ് ആയിട്ട്. സോ ഇത് പണ്ടത്തെ കൾച്ചറും ഇപ്പോഴത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും പണ്ടും ആൾക്കാരെ ഇതുപോലെ ഗ്രൂപ്പായിട്ട് അവരുടേതായ രീതിയിൽ പലതും ചുറ്റുപാടിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവർ പോയിരുന്നത്. അപ്പൊ നമ്മളുടെ ഏരിയയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ ആരുടെ തന്നെയായാലും നമ്മള് ചിലപ്പോ അവരുടെ ആ ഒരു മാരേജ് ഫംഗ്ഷൻ, അവരുടെ ചടങ്ങുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതിനും വ്യത്യസ്തമായിരിക്കാം. ബട്ട് നമ്മൾ അത് പോയി എൻജോയ് ചെയ്ത് അവരുമായിട്ട് നമ്മൾ ജോയിൻ ആവുന്നു അല്ലെ. സോ ദാറ്റ് ഇസ് ഓരോരുത്തരുടെയും ഒരു സ്വാതന്ത്ര്യമാണ് അവരുടെ രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട്. സോ വി ഓൾ ആർ ഇൻഡിപെൻഡന്റ്, ബട്ട് സംടൈംസ് വി ഹാവ് ടു അഡാപ്റ്റ് മെനി തിങ്സ് ഫ്രം ദി എൻവിയോൺമെന്റ് എന്ന് പറയാം. ഓക്കെ, അതൊരു ടേബിള് പോലെ കൊടുത്തിട്ടുണ്ടേ. ടേബിളില് ഫസ്റ്റ് ടേബിൾ 1 സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷൻ, പല കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. സോ അവിടെ വെൻ ടെൻഡൻസീസ് ഓഫ് മെൻ, അടുത്തത് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് കൾച്ചർ, അതാണ് മൂന്നാമത്തെ കോളത്തിൽ. ഫസ്റ്റ് ഫേസിൽ വരുന്നത് എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈങ് ദി എൻവിയോൺമെന്റ്. എൻവിയോൺമെന്റിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷന്റെ ഫേസ് 1 ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നു. എൻവിയോൺമെന്റിലെ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത് പലതും പല രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പൊ ഉണ്ടാകുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലോറേഷൻ ഓർഡർ. അതല്ലേ നമ്മൾ പറഞ്ഞത്, നമ്മൾ പുതിയ ഒരു എൻവയോൺമെന്റിൽ ചേരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതിനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാക്കുന്നു. സോ ദാറ്റ് ടെൻഡൻസി ഈസ് എക്സ്പ്ലോറേഷൻ ഓർഡർ. ഇത് നാച്ചുറൽ ആയിട്ട് പണ്ട് കാലം തുടങ്ങിയ, ആദ്യ മനുഷ്യന്റെ കാലം തുടങ്ങിയ ഇങ്ങനെ തന്നെയായിരുന്നു. ആണ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എൻവയോൺമെന്റുമായിട്ട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷന്റെ അടുത്ത സ്റ്റെപ്പ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിലായിരിക്കുമല്ലോ. ടെൻഡൻസീസ് എന്ന് പറയുന്നത് ഗ്രിഗോറിയസ്നെസ്സും വരും. ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, കമ്മ്യൂണിക്കേഷൻ ആണ് ടെൻഡൻസി. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ്. നിങ്ങൾക്കിത് മനസ്സിലായോ? നമ്മൾ ഓരോ സ്റ്റെപ്പ് പറയുമ്പോൾ അതിന്റെ ടെൻഡൻസി എന്താണ്, അത് ആ ടെൻഡൻസി മൂലം ടെൻഡൻസി എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, അതിന്റെ റിലേറ്റഡ് ആസ്പെക്ട് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് 1 സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷനിൽ ഫസ്റ്റ് 1 ആണ് എൻവിയോൺമെന്റിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അതിനെ പല പല തലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ ആണ് ആ ടെൻഡൻസി. ഇത് നാച്ചുറൽ ഹിസ്റ്ററി ആണ്, പണ്ട് കാലം തുടങ്ങി ഇങ്ങനെ തന്നെയായിരുന്നു. നെക്സ്റ്റ് എൻവിയോൺമെന്റുമായിട്ട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു. എൻവിയോൺമെന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാകാം അല്ലെ, ആ എൻവിയോൺമെന്റിൽ പല ആളുകൾ ഉണ്ടാകാം. ദാറ്റ് മീൻസ് നമ്മൾ ആ ഗ്രൂപ്പിലാണ്, അവിടെ വരുന്ന അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടെൻഡൻസി എന്ന് പറയുന്നത് ഗ്രിഗോറിയസ്നെസ്, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല, ഗ്രൂപ്പിലിരിക്കാനാണ് ഇഷ്ടം. അത് പിന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ വന്ന റിലേറ്റഡ് ആസ്പെക്ട് ലാംഗ്വേജ്. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് നമ്മൾ മനസ്സിലാക്കുന്നു, അതായത് നമ്മൾ പല കാര്യങ്ങളും അവിടെ ഇമാജിനേഷനും എഴുതാട്ടോ ടെൻഡൻസി, പല കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളുടേതായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. പ്യുവർ സയൻസ് ആണ്, റിലേറ്റഡ് ആസ്പെക്ട്സ്.
അവിടെ ക്യൂരിയോസിറ്റി ഉണ്ടാവും. കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യൂരിയസ് ആയിരിക്കും. എന്താണ് അത്, എന്തുകൊണ്ടാണ് വരുന്നത്, അങ്ങനെ ക്യൂരിയോസിറ്റി വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. സോ അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, ഇമാജിനേഷൻ നമുക്ക് അവിടെ എഴുതാം ടെൻഡൻസി ആയിട്ട്. ദെൻ മോഡിഫൈയിങ് ദ എൻവയോൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ് ടു എൻഷുർ സർവൈവൽ ആൻഡ് കണ്ടിന്യൂറ്റി. നമുക്ക് സർവൈവ് ചെയ്യാനും അത് കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഫേസ് 2. അവിടെ ഇപ്പൊ എന്തൊക്കെ നടക്കും? കാൽക്കുലേഷൻ, കോൺസെൻട്രേഷൻ, വർക്ക്, റെപ്പിറ്റീഷൻ, സെൽഫ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കും. ദാറ്റ് ഇസ് ടെക്നോളജി. ക്രിയേറ്റഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് മോഡിഫൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് കാൽക്കുലേഷൻ. അത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി, വർക്ക്, റെപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, ദാറ്റ് ഈസ് ടെക്നോളജി. പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ. നമ്മൾ ഈ മോഡിഫൈ ചെയ്തതിനെ പെർഫെക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പെർഫെക്ഷൻ. ക്രിയേറ്റിവിറ്റി. നമുക്കൊരു എന്താ പറയാ, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. അതിനെ നമ്മൾ കൂടുതൽ ഓരോ ദിവസം ചെന്നാൽ അതിനെ കൂടുതലായിട്ട് അതിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുമല്ലേ. ദാറ്റ് ഇസ് പെർഫെക്ഷൻ. ക്രിയേറ്റിവിറ്റി. അതിനിപ്പം ഒരു വലുതായി പിടിക്കും, അത് വളരെ അതിന്റെ ടെൻഡറാണ് അതിന്റെ തണ്ട്. ഇപ്പൊ തക്കാളിയൊക്കെ ആണെങ്കിൽ അപ്പൊ ഒരു സപ്പോർട്ട് കൊടുക്കണം, നമ്മളൊരു കോല് വെച്ച് കുത്തി കൊടുക്കും അല്ലെ. ദാറ്റ് ഇസ് പെർഫെക്ഷൻ. ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഇസ് ആർട്ട്. അസസിങ് ദ പ്രോഗ്രസ് ഓഫ് അവർ അഡാപ്റ്റേഷൻ. നമ്മൾ അഡാപ്റ്റ് ചെയ്ത പല കാര്യങ്ങളെ നമ്മൾ അസസ് ചെയ്യുന്നു, നമ്മൾ ഒറ്റയ്ക്ക് അസസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇൻഡിപെൻഡൻസ്. അത് പണ്ടുകാലം തുടങ്ങി അങ്ങനെ തന്നെയാണ്. ദാറ്റ് ഇസ് ഹിസ്റ്ററി. സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ദാറ്റ് ചാപ്റ്റർ. ടെൻഡൻസീസ് ഓഫ് മാൻ കഴിഞ്ഞു. നമുക്കടെ അവസ്ഥ ഇതായത് കൊണ്ടാട്ടോ പെട്ടെന്ന് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് കുറെ കഥകളും റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയായിരുന്നു. മോസ്റ്റ്ലി ഐ തിങ്ക് വി ക്യാൻ ഡിസ്കസ് ഓൾ ദ തിങ്സ് ഡ്യൂറിങ് റിവിഷൻ, ഫൈനൽ എക്സാം വരുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാരിറ്റിക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ? മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കാണിക്കുന്ന ടെൻഡൻസീസ് ആണ്. ചുമ്മാ കയറി നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ല. നമ്മൾ ഇതിനെപ്പറ്റി ഇതിന്റെ പല കാര്യങ്ങളും മനസ്സിലാക്കി. ഈവൻ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സും നമുക്ക് പല ഡൗട്ട്സ് വന്നു. അത് ക്ലിയർ ചെയ്ത് പോയി പെർഫെക്റ്റ് ആക്കാൻ നോക്കി അല്ലെ. സോ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു. വീട്ടിൽ നമ്മളൊരു ഡ്രസ്സ് വാങ്ങി, കറക്റ്റ് ഫിറ്റ് അല്ല, ലൂസ് ഫിറ്റ് ആണ്. സോ നമ്മളത് കറക്റ്റ് ആക്കാൻ നോക്കും അല്ലെ. ആ ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ വാങ്ങുന്നു. അങ്ങനെ എന്ത് നോക്കിയാലും ഈ പറയുന്ന ടെൻഡൻസീസ് എല്ലാം നമ്മളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ക്ലീൻ ചെയ്യുന്നു വീടിന്റെ ഒരു കോർണർ, ചെയ്തിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. സോ നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. അവിടെ വേറെ എന്തെങ്കിലും ലോഷൻ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു. ഡാം സ്മെൽ. സോ എന്തെങ്കിലും അതുപോലെ പെർഫ്യൂംഡ് ആയിട്ടുള്ള ലോഷൻസ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഡാം സ്മെൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. സോ എല്ലാം നമ്മളുടെ ഹ്യൂമൻ ടെൻഡൻസിയിലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വരുന്നത്. എവറിഥിങ്. ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോഴും ഇതെല്ലാം വരും, ഈ ഹ്യൂമൻ ടെൻഡൻസീസ് എല്ലാം വരും. ഓക്കെ തന്നെ. അപ്പൊ നാളെ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. മോണ്ടിസോറി ടേംസ് ആണ് നാളത്തെ ക്ലാസ്സിൽ. അതോടുകൂടി നമ്മുടെ പാർട്ട് 3 തീരുക. പാർട്ട് 4 ഇടം വരെ പറയണ്ടോ ബാക്കി? ഇപ്പൊ 11 14th വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. എക്സാം ഡേറ്റിനെ കുറിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വന്നോ? നമുക്കൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നല്ലോ. ഓക്കെ ആയോ? 20-ാം തീയതി അല്ലേ മാം? അല്ലെങ്കില് എല്ലാരും ഇങ്ങനെ ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. 23rd അങ്ങനെ എന്തോ ഒരു ഡേറ്റ് ഒക്കെ പറയണ്ടായിരുന്നു. കുട്ടികളുടെ എക്സാം ആണ്. മാറിയിട്ടൊന്നുമില്ല. എക്സാമിന്റെ ഡേറ്റ് 20-നാണ്. സാറുമായിട്ട് സംസാരിക്കാൻ എന്തോ ഷബ്നി ഇല്ലേ? ഷബ്നി എന്നോട് പറഞ്ഞേ. മാം നാളെ നമ്മുടെ ഷെറിന്റെ ഓപ്പറേഷൻ ആണ്. ഷെറിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആണോ? ഷെറിൻ വിൽസൺ അല്ലേ? അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആളെന്തോ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആള് വണ്ടിയിൽ നിന്ന് വീണിട്ട് എന്തോ നീക്ക് എന്തോ പ്രശ്നം പറ്റിയതാണ്. അപ്പൊ ആൾക്കത് നാളെ ഇത്തിരി കാര്യമായിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണെന്നാണ് ആള് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സൈൻ ഓഫ് നമുക്ക് ഷെറിന് വേണ്ടി ഒരു 1 മിനിറ്റ് പ്രയർ ചെയ്തിട്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. അന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ആണെന്ന്.
എത്ര വയസ്സുണ്ട് ഷെറിന്? വയസ്സറിയില്ല മാം, ആള് ചെറുപ്പാന്ന് തോന്നുന്നു. ചെറിയ 3 കുട്ടികളാന്നാ പറഞ്ഞത്. താഴെയുള്ള ആൾക്ക് ചെറിയ 6 വയസ്സോ അത്ര എന്തോ തോന്നുന്നു. 3 വയസ്സോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ ആൾക്ക് ഇത്തിരി കാര്യമായിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണെന്നാണ് ചോദിച്ചപ്പോ പറഞ്ഞത്. ഷെറിൻ നമ്മളുടെ ഈ ഇതിന്റെ ലീഡ് ചെയ്തിരുന്നല്ലേ അതെ അതെ അതെ, ഞാനും ഷെറിനായിരുന്നു. ഞങ്ങള് അടുത്ത് തന്നെയാണ്. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഷെറിന്റെ വീട്, അധിക ദൂരമില്ല. അപ്പൊ ഇവിടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാന്നാ പറഞ്ഞ ആളുടെ ഓപ്പറേഷൻ. ശരി ശരി. ഓ ഷെറിനല്ലേ എന്നോട് പറഞ്ഞത് അത് കാരണം വീട്ടിലാണ്? അതെ അതെ അതെ. ഓക്കെ, നല്ല രീതിയിൽ നടക്കട്ടെ. ചിലപ്പോ റെസ്റ്റ് ഒക്കെ വേണ്ടി വരുമായിരിക്കും കുറച്ച് ദിവസം. 3 വീക്സ് കംപ്ലീറ്റ് റെസ്റ്റ് എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ന് 2 വീലർ പഠിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കും. ഞാൻ ആരുടെയെങ്കിലൊക്കെ കേൾക്കും, അതോടുകൂടി ഞാൻ ബാക്ക് ഔട്ട് ആവും. ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ സ്വയം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 2 വീലർ പഠിക്കാൻ പോകാന്നിരിക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് കാണും, നേരിട്ട് കാണും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരിചയത്തിൽ കേൾക്കും. ഓ അപ്പൊ ഷെറിന്റെയും കൂടെ കേട്ടപ്പിടിക്കും. മാം മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ കഴിയും. എനിക്ക് നീഡ്സ് ആണ്, ഒട്ടും ആഗ്രഹം സത്യം പറഞ്ഞ ഇല്ല. പക്ഷെ വേറെന്തെങ്കിലും കണ്ടാല് നമ്മളെ കൊണ്ട് പിന്നെ ഓടിക്കാൻ കഴിയില്ല. ഞാനൊക്കെ പഠിച്ച് റോഡിൽ കൂടെ ഒക്കെ എല്ലായിടത്തും പോയി കുട്ടികളൊക്കെ കൊണ്ടൊക്കെ ചെയ്തി. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങള് ഇതേപോലെ ചൂരിന്ന് വീണ്, പിന്നെ ആ വലിയ ലോറി ഉണ്ടല്ലോ അത് കയറി തലപ്പൊടി കയറി മറിഞ്ഞ് അപ്പൊ തന്നെ മരിച്ചു. തലയൊന്നും കണ്ടിരുന്നില്ല. ഒരു കണ്ണ് മാത്രമേ മുഖത്തുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒന്നുമില്ല. പിന്നെ ഞാൻ ആ വണ്ടി തൊട്ടിട്ടേ ഇല്ല. കൈ വറക്കാണ്, എനിക്കാവുമ്പോ കേറുമ്പോഴേ കൈ വറക്ക. ഞാൻ പിന്നെ ഓടിച്ചിട്ടുമില്ല. അത് കണ്ട് പേടിയാണിപ്പോ. ഇതിപ്പോ ആവശ്യം കൂടി വരും, അതാണ് എന്റെ ഒരു പ്രശ്നമേ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ എന്നെ സംബന്ധിച്ച് 6 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. നേരത്തെ താമസിച്ചത് ടൗണിനടുത്ത് സെന്ററിലായിരുന്നു, എല്ലാ കാര്യവും അടുത്തായിരുന്നു. അമ്പലം, ഹോസ്പിറ്റൽ, ഷോപ്പുകള്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ അടുത്തായിരുന്നു. ബട്ട് ഇപ്പം വീട് മാറിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി. ബസ് കുറവുള്ള ഒരു ഏരിയ. ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ മിക്ക ആൾക്കാരും നല്ല പഠിച്ചു. ഇപ്പൊ ഞാന് പിള്ളേർക്ക് ആദ്യം പഠിക്കണം ഭയങ്കര ആഗ്രഹമാണ്. ഓടിക്കൂട്ടോ, ഓടിച്ച് എല്ലായിടത്തും പോവും. നമുക്ക് പഠിക്കണം എന്ന് മറിഞ്ഞൊക്കെ ചാടുവാണ് നേരത്തെയൊക്കെ. പിന്നെ അങ്ങനെ പുതിയ വണ്ടി എടുത്ത് വന്നപ്പോ ഉഷാറായി. ഇപ്പൊ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകും. വളരെ ഇതായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ റോഡിലും മറ്റുള്ളവരും ശ്രദ്ധിക്കും.